അപ്പം നമ്മൾ കോൺ എടുത്തിട്ടുണ്ട്. നല്ല ചോളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചോളത്തിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഐറ്റംസ് എല്ലാം കണ്ടല്ലോ. 2 സവോള എടുത്ത് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ചോപ്പ് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തോരനരിയുന്ന പോലെ തന്നെ കുറച്ച് ഒരു 5 പച്ചമുളകും കൂടെ, എരിവില്ലാത്ത 5 പച്ചമുളകും കൂടെ ചേർത്ത്, കുഞ്ഞു പച്ചമുളക് 5 ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കടുകുണ്ട്, പിന്നെ ഉണക്കമുളകുണ്ട്, പിന്നെ വെളിച്ചെണ്ണയുണ്ട്, പിന്നെ ഒന്ന് ഉപ്പുണ്ട്, പിന്നെ ഹോൾ ജീരയാണ്, നമ്മുടെ മുഴുവനായിട്ടുള്ള ജീരകമാണ്. പിന്നെ ഒരു മുറി തേങ്ങ ചിരണ്ടി നമ്മൾ വച്ചിരിക്കുകയാണ്. അപ്പം ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമ്മളൊരു കോൺ ഉപ്പേരിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയും കൂടെയാണ് കേട്ടോ. ഞാൻ എന്തായാലും ലാസ്റ്റ് ഫൈനലി ഇതിൻ്റെ ഗുണങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആദ്യം നമ്മൾ ചെറിയൊരു ഉരുളി എടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കിലോയുടെ കോണാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പം എന്നിട്ട് നമ്മൾ ചൂടായതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നോർമലി നമ്മൾ തോരന് ചെയ്യുന്ന പോലെ തന്നെ കടുകിട്ടിട്ട് നമ്മുടെ പിന്നെ നമ്മൾ ഇടുന്നത് പിന്നെ ഉണക്കമുളകാണ് നമ്മൾ ഇടുന്നത്. നല്ല 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 നമ്മൾ വറ്റൽ മുളക് ഒരു 3-4 എടുത്തിട്ട് നമ്മൾ 2ആയിട്ട് സ്ലിറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഇടുന്നു. പിന്നെ നമ്മൾ ഇടുന്നത് ഈ പച്ചമുളകും സവോളയും ചോപ്പ് ചെയ്തിരിക്കുന്നത്. സ്ലോ ഫയറിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്ലോ ഫയറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നല്ല ചെറിയ എനിക്ക് തോന്നുന്ന ഒരു 3 മിനിറ്റ് നമ്മൾ അതിനെ സോട്ട് ചെയ്യാൻ വിടുക. എന്നിട്ട് ജീരകം ഉണ്ടല്ലോ, നമ്മളൊരു 3 ഗ്രാം ജീരകം എടുത്തിട്ട് നമ്മൾ ഇടുകയാണ്. ജീരകം പിന്നെ ആ ഓയിൽ അങ്ങ് ഇട്ടിട്ട് ഫസ്റ്റ് ജീരകം ചിലർ ഇടും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഇടാം. പിന്നെ ഞാനത് ഇപ്പം ഇട്ടുന്നേ ഉള്ളൂ. നല്ലോണം സോട്ട് ചെയ്യുക, സ്ലോ ഫയറിൽ നല്ലോണം സോട്ട് ചെയ്യുക, തീരെ കരിയാൻ പാടില്ല. ചെറിയൊരു ഇതാവുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോണാണ്. അപ്പോൾ കോണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നു. വളരെ സ്ലോ ഫയറിൽ നമ്മൾ ഇട്ട് വളരെ സ്ലോ ഫയറിൽ ഇങ്ങനെ മെല്ലെ ഒരു 10 മിനിറ്റോളം അവരെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്തുമ്പോഴത്തേക്കും നല്ല ഫ്ലേവർ വരും. നല്ല ആ കോണിൻ്റെ ആ ഫ്ലേവറിൽ ഇറക്കി ചെറിയ മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ. അന്നേരം കോൺ ചെറിയൊരു മധുരമാണ്. അപ്പം മധുരത്തിൻ്റെ അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പിടുക, നിങ്ങൾക്ക് ടേസ്റ്റിന് ആവശ്യമുള്ള ഉപ്പിടുക. എന്നിട്ടും സ്ലോ ഫയറിൽ ഇങ്ങനെ ആ ഉപ്പ് 2 മിനിറ്റോളം ഒന്ന് ഇതാക്കിയിട്ട് സോട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു മുറി ചിരണ്ടിയ തേങ്ങ നമ്മൾ ഇടുക. സ്ലോ ഫയറിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് സ്ലോ ഫയർ. ആ പച്ച നമ്മൾ തോരൻ പോലെ അരക്കുകയൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്. സോട്ട് ചെയ്തൊന്ന് സ്ലോ ഫയറിൽ വെച്ച് നമ്മൾ മിക്സ് ചെയ്യാണ്. പിന്നെ അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള മഞ്ഞപ്പൊടി, ശകലമായിട്ടൊരു മഞ്ഞപ്പൊടി ഇടാം. ഒരു പിഞ്ച് മഞ്ഞപ്പൊടി അങ്ങ് ഇടാം. പിഞ്ച് മഞ്ഞപ്പൊടി കറുത്ത കളർ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറുത്ത കളറിന് നമ്മൾ സോട്ട് ചെയ്യുമ്പോഴത്തേക്കും തേങ്ങയൊക്കെ മാറും. അപ്പോൾ അതൊക്കെ മാറി ഒരു ഉപ്പേരി പരുവത്തിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗാർലിക്ക്, ഇഞ്ചി ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ കണ്ടല്ലോ, പ്ലേറ്റിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മൾ തോരൻ പോലെ ആയിരിക്കും. പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഞാനത് കൊടുത്തിരിക്കും. എല്ലാവർക്കും സ്വാഗതമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ഞാൻ ഡെമോ കാണിച്ചു അതിൽ. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറയാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഭയങ്കര കൺഫ്യൂഷനാണ്, ഷെഫ് പറയുന്നത് മനസ്സിലാവില്ല. അപ്പോൾ അതിനു വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ ചെയ്യുന്നത് ആൾറെഡി കാണിച്ചു. അപ്പം ഞാൻ എടുത്തത് ഒരു എന്തെങ്കിലും ഒരു 1/2 കിലോ കോണ് എന്ന് ഒരു തേങ്ങ, ഒരു 300 ഗ്രാം വരുന്ന തേങ്ങ, 300 ഗ്രാം വരുന്ന തേങ്ങ നല്ല ചിരണ്ടി വെച്ചത് സെപ്പറേറ്റ്. പിന്നെ നമ്മുടെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ജീരകം 1/2 ടീസ്പൂണാണ്, നമ്മൾ 1/2 ടീസ്പൂണാണ് ജീരകം എടുത്തത്. പിന്നെ കുറച്ച് കടുക്, 4 ഉണക്കമുളക് 2ആയിട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഐറ്റംസ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ചട്ടി എടുക്കുക. ചട്ടി എടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇടുക, പിന്നെ ഉണക്കമുളക് ഇട്ട് അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ എന്താ പറയുക, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഓണിയനും കൊണ്ടിടണം. ഞാൻ 2 ഓണിയൻ ചോപ്പ് ചെയ്ത്, 2 വലിയ ഉള്ളി, എനിക്ക് തോന്നുന്നു ഒരു 200 ഗ്രാം ടൈപ്പിൽ, ഒരു 150-200 ഗ്രാം ടൈപ്പിലുള്ള ഓണിയൻ ചോപ്പ് ചെയ്തു. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്ത് ചോപ്പ് ചെയ്തു. 5 പച്ചമുളക്, നല്ല എരിവാണെങ്കിൽ 3 പച്ചമുളക് മതി. ഇത് 5 പച്ചമുളക്, മീഡിയം എരിവാണെങ്കിൽ 5 പച്ചമുളകാണ്. അപ്പോൾ എടുത്ത് ചോപ്പ് ചെയ്തു. അപ്പോൾ ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ സോട്ട് ചെയ്തു. അപ്പോൾ ചെറിയൊരു സോട്ടിങ് കഴിഞ്ഞതിന് ശേഷം സ്ലോ ഫയറിലിട്ട് വേണം ചെയ്യാൻ, കരിയാൻ പാടില്ല. അപ്പോൾ സ്ലോ ഫയറിൽ സോട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം കോണിട്ട് അതിനെ സ്ലോ ഫയറിൽ ഒരു 10 മിനിറ്റോളം, ഓൾറെഡി സ്ലോ ഫയറിൽ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നല്ല മണം വരും. അപ്പോൾ അതിന് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം വീണ്ടും സ്ലോ ഫയറിൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ചിരണ്ടി വയ്ക്കുന്ന തേങ്ങ ഇടുക. പിന്നെ അതിന് ശേഷം 2 മിനിറ്റ് സോട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി എനിക്ക് തോന്നുന്ന 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് സ്ലോ ഫയറിൽ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് സംഗതി ഓഫ് ചെയ്ത് വയ്ക്കുക. സിമ്പിളാണ്,
വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിഷാണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് കൂടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ സൂപ്പറാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ചോറിൻ്റെ കൂടെ സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രം മതി. സൂപ്പർ. അതിനകത്ത് കിടില്ല. എനിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഈ കോൺ ഇത്രയ്ക്ക് ടേസ്റ്റ് ആവണമെന്നുള്ളത്. അപ്പൊ അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആണ്. എന്തായാലും മാർക്കറ്റിലൊക്കെ സുലഭമായിട്ട് വാങ്ങാൻ കിട്ടും. എവിടെ പോയാലും കിട്ടും കേട്ടോ. എനിക്ക് തോന്നുന്നു സാധാ ഈ കോൺ വാങ്ങിച്ചിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഇതല്ല ചെറിയ ചെറിയ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതിന് നമ്മളെ സാധാ ഞാൻ ആൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും സൂപ്പറാണ്, കിടിലമാണ്, വേറെ ഒന്നും പറയാനില്ല. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. പറ്റുമെങ്കിൽ നല്ലതാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ ടേസ്റ്റ് ഉള്ളതാണെന്ന് നിങ്ങൾ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല എൻ്റെ ഫ്രണ്ട്സിനോട് പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പം എന്തായാലും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് നല്ലതാണ്. സോ എനിവേ താങ്ക് യു ടു ഓൾ. താങ്ക് യു വെരി മച്ച്.